നമ്മളെ പലപ്പോഴും നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശത്രുവിൻ്റെ വലിപ്പം കണ്ടിട്ടാണ്. ഉം. എന്നെ ഇപ്പം ഒരു സാധാരണ ഇപ്പം ലിയോ എൻ്റെ ശത്രുവായി എനിക്ക് എന്നെ പറ്റി വലിയ മതിപ്പൊന്നും തോന്നില്ല, സ്വാഭാവികം, നമ്മൾ ഏതാണ്ട് ഒരേ ഏജ് ഏതാണ്ടൊക്കെ ഒരേപോലെ. പക്ഷേ പിണറായി വിജയൻ എൻ്റെ ശത്രു ആകുമ്പോൾ ദാറ്റ് മീൻസ് എൻ്റെ കയ്യിൽ എന്തോന്നെങ്കിലും ഒന്നും ഉണ്ടാവണം. അത് നരേന്ദ്രമോദി എൻ്റെ ശത്രു ആണെങ്കിൽ അതിൻ്റെ ശത്രുവാണ് ആവശ്യമില്ലല്ലോ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് പലപ്പോഴും നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് നടന്ന വിദേശ അധിനിവേശങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്നത് തുടക്കം മുതൽ 47 നമ്മൾ ഈ അധിനിവേശം ഇപ്പം തുടങ്ങുന്നതല്ലേ, യൂറോപ്പിലെ ഈ അധാർമിക അധിനിവേശം അലക്സാണ്ടറിനോട് കൂടി തുടങ്ങുന്നതാണ്. അതെ അതെ, അതെൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു ഇടയ്ക്ക്. അലക്സാണ്ടറിനോട് കൂടി അലക്സാണ്ടറാണ് ഇവിടെയുള്ള പല ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻസിനെ പലതും നോർത്ത് ഈസ്റ്റിൽ ഇല്ലാതാക്കിയത് അലക്സാണ്ടറാണ്. ആര്യൻ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്, അത് ഇല്ലാതാക്കിയത് അലക്സാണ്ടറാണ്. അലക്സാണ്ടർ ഭാഗ്യത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ എങ്ങനെങ്കിലൊക്കെ ഈ അക്രമകാരികളെ എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്ന എന്തോ ഒരു സിസ്റ്റം ഉണ്ടാവും. അലക്സാണ്ടറും അങ്ങനെയാണല്ലോ, ഒരു മിസ്റ്റിക്കലായിട്ടാണല്ലോ തിരികെ പോകുന്നു. അതുപോലെ ഈ ചെങ്കിസ് ഖാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ചെങ്കിസ് ഖാൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് അലാവുദ്ദീൻ ഖിൽജിയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഈ കൂട്ടത്തിൽ തന്നെ മുസ്ലിംസ് എല്ലാം പോലും കുറച്ച് യുറേഷ്യൻസ് ആണെന്ന് ഈ തുർക്കികൾ. പക്ഷെ അവർ വന്നിട്ടും അവർക്ക് ഇന്ത്യനെ സാംസ്കാരികമായി കീഴടക്കാൻ പറ്റിയിട്ടില്ല. അവർ ഇതിൻ്റെ ഭാഗമായി മാറിയത്. ഓക്കെ, പാകിസ്ഥാൻ ആ ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അലക്സാണ്ടർ അവിടം വരെ വന്നിട്ടുള്ളൂ, കളിച്ചതേ പാകിസ്ഥാൻ അവിടെ. അലക്സാണ്ടർ അവിടം വരെ വന്നിട്ടുള്ളൂ. ഈ തുർക്കി ബ്ലഡ് ഉള്ളവനാണ് ഇപ്പം പാകിസ്ഥാൻ ഭരിക്കുന്ന മുസ്ലിംസ്. അല്ല, അവർ അറബ് ബ്ലഡ് ഉള്ള മുസ്ലിംസ് അല്ല, നമ്മളെപ്പോലുള്ളതല്ല. അറബികൾ നമ്മളൊക്കെ ഏൻഷ്യൻ്റ് ട്രഡീഷനാണ്. ഓക്കെ, അറബികൾ അവർ കുറേ ധാർമ്മികത ഉള്ള ഇഷ്ടംപോലെ കല്യാണം കഴിക്കാത്ത ആരാ? സാഹിബിന് തന്നെ അല്ലേ പണി. മുഹമ്മദ് നബി അന്ന് അറബികളെ മര്യാദയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ അപൂർണ്ണമായിട്ട് നോ എന്ന് പറഞ്ഞാൽ അവർ നന്നാവില്ല. മൂപ്പർ അതുകൊണ്ട് ചെറുതൊക്കെ അനുവദിച്ചുകൊണ്ടാണ്. അതാണ് ഇപ്പന്മാർ ഈ വിവരമില്ലാതെ വന്ന് വിമർശിക്കുന്നത്. പക്ഷേ അറബികൾ അവരെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, വിശ്വസിച്ച അറബികൾ കൂടെ നിൽക്കും, നിങ്ങൾക്ക് വേണ്ടി അവർ ചാവും. ഈ ഇന്ത്യക്കാരെ കൊണ്ട് അറിഞ്ഞേണ്ട കാര്യം. പക്ഷേ തുർക്കികൾ അങ്ങനെയല്ല. തുർക്കികൾ ചിലപ്പോൾ പിന്നു കുത്തും, പിന്നെ ചിലപ്പോൾ നല്ല കുത്തും. അവർ യൂറോപ്യൻ ട്രഡീഷൻ, യൂറോപ്യൻസ് അങ്ങനെയാണല്ലോ. നിങ്ങളെ ഫ്രണ്ടാന്ന് കെട്ടിപ്പിടിക്കാൻ ചെയ്യും, പിന്നു കുത്തുകയും ചെയ്യും. അപ്പോൾ പാകിസ്ഥാനാണ് ബോംബ് ഉണ്ടാക്കുമ്പോൾ ലോകത്തെ വൻ ശക്തികൾ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ അതിലവർക്ക് ഇന്ത്യയെ അവർ ആ രീതിയിൽ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോക്കി ആ രീതിയിൽ പേടിക്കേണ്ട രാജ്യമല്ല ഇന്ത്യ. നമുക്ക് അമേരിക്കനോടൊന്നും മുട്ടിക്കാനുള്ള സൈനിക ശേഷിയൊന്നും നമുക്കില്ല. പിന്നെന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്? ഓക്കെ, നമ്മുടെ കൾച്ചറൽ സ്ട്രെങ്തിനെയാണ് അവർ പേടിക്കുന്നത്, നമ്മുടെ ധാർമ്മികത. അതിന് പിന്നിലുള്ള എന്തോ ഒരു ആ പേടി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അത് തന്നെയാണ്. മാത്രമല്ല അവിടെ വിവരമുള്ള ആളുകൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ളത് ഈ ഹിമാലയൻ മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ മിഷൻസ്. അതിന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യാന ജോൺസിൻ്റെ ഒരു സീരിയസ് സിനിമ തന്നെ ഉണ്ട്. അവിടെ ശംബാല എന്നുള്ള സ്ഥലമുണ്ട്, അതിൻ്റെയൊന്നും എനിക്കറിയില്ല. ഹിമാലയ ഇപ്പോഴും ഈ കൈലാസ ദുരൂഹതയാണ്. എന്താണ് അവിടെ അതിൻ്റെ മുകളിൽ കൂടെ വിമാനം പറക്കാത്ത മർദ്ദ വ്യതിയാനം കൊണ്ടാന്നൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെ മറികടക്കാൻ ശരിയുള്ള വിമാനങ്ങൾ പലപ്പോഴും പറക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥിരം വിമാനക്കോട്ടില്ല അതിൻ്റെ മുകളിൽ കൂടെ. ഹീറ്ററിൻ്റെ കാര്യം തന്നെ പറയാം. ഹീറ്റർ അന്ന് കേട്ടിട്ടുള്ളത്, ഇവിടെ വായിച്ചിട്ടുള്ളത്, നല്ല ആര്യൻ യുവതികളെ, കുലഗുണമുള്ള ആര്യൻ സ്ത്രീകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഹിമാലയത്തിലെ ഗ്രാമത്തിലേക്ക് അയക്കുന്നത്. അവിടെയുള്ള പുരുഷന്മാരെ കല്യാണം കഴിച്ച് അതിൽ നിന്ന് കുട്ടികളുണ്ടാക്കാൻ. ആ കുട്ടികളെ ലോകത്തിലെ ഭാവിയിലെ ഭരണാധികാരികളാക്കാനാണ് ഹിറ്റ്ലർ ആഗ്രഹിച്ചിരുന്നത്. അവരവിടെ കൊണ്ട് പ്രത്യേകം താമസിപ്പിച്ചിട്ട് ലുബാഫെ എന്നാണ് അവരെ അങ്ങനെ പറയുക. ഹിറ്റ്ലർ ഭയങ്കര രാജകീയം വളർത്തിയ കുട്ടികളാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ ഹിറ്റ്ലർ തോറ്റോടുകൂടി ആ കുട്ടികളെ പിന്നെ ഒരു ചൈൽഡ് അബ്യൂസിനൊക്കെ വിധേയമായി. ഈ ജയിച്ച ബ്രിട്ടീഷരും അവർ പല ആത്മഹത്യ ചെയ്ത് പല ദുര്യോഗമാണ്, പിന്നെ വല്ല അഡോപ്റ്റൊക്കെ ചെയ്തു. പക്ഷേ ഹിറ്റ്ലർ അങ്ങനെ ചെയ്തത്, ഹിറ്റ്ലറിനെ പോലെ വർണ്ണ പറയാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഓക്കെ, കാരണം അന്നൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ശാസ്ത്രീയമായ നീക്കങ്ങൾ. പ്രശ്നം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് സ്കൂളുകൾ സിലബസ് പഠിക്കും, കാര്യങ്ങളൊക്കെ പഠിക്കും. നമ്മളെ പിള്ളേരും നമ്മളെല്ലാവരും ഇത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ സംഭവമുണ്ട്. ഇതെല്ലാം തന്നെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കോൺസ്പിറസി തിയറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബോധം മറച്ചു വെക്കും. ഗവൺമെൻറ്റുകളെല്ലാം നമ്മളോട് പറയില്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മാത്രമേ പറയുള്ളൂ. അത് ഗവൺമെൻറ്റുകളുടെ ഒരു പരിമിതിയാണ്. പക്ഷേ നമ്മൾ പിന്നെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാതെ സംതിങ് ബിയോണ്ട്.